കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ കല്യാണ വീഡിയോയാണ് ഈ കല്യാണ വീഡിയോ. ഓഫീസിൽ നിന്ന് വന്ന അതേ ഡ്രസ്സ്, പക്ഷെ കുറച്ച് ടച്ചപ്പ് ഒക്കെ നടത്തി ഒരു ഫ്രഷ് ഫീല് കൊണ്ടുവന്നു. ഇപ്പൊ സമയം 8 മണിയായി. രാത്രി 8 മണിയാന്നേ. ഇവനെ വീട്ടിലെത്തിക്കാൻ പാടുപെട്ടിട്ട് ഇത്രയും സമയമായത്. നമ്മുടെ റൂം മേക്കറിന്റെ ഭാഗമായിട്ട് ആദ്യം മേടിച്ച സാധനമാണിത്. റൂമില് അത്യാവശ്യം ഒരുപാട് സാധനമുണ്ട്, പക്ഷെ അതുകൊണ്ട് വെക്കാനുള്ള ഒരു സൗകര്യം ഇല്ല. ഒരു ചെറിയ അലമാര മേടിക്കാൻ പോയതാ, പക്ഷെ ഞാൻ ഇതിൽ വന്ന് അവസാനിച്ചത്. ഇനി ഇതിന്റെ EMI മാസം തോറും അടക്കണമല്ലോ കർത്താവേ. ഓക്കെ, നമ്മൾ കാലത്തുനിന്ന് തെന്നിമാറുന്നു. കല്യാണ വിശേഷം. സമയം ഇപ്പൊ 8:30 ആയിട്ടുണ്ടാവും. ഞങ്ങളിതേ കല്യാണത്തിന് പുറപ്പെട്ടു. ചിന്നു അമ്മും ഒക്കെ ഓൾറെഡി മണ്ഡപത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഞാനും ചേട്ടനും കൂടെ എത്തിയാൽ മതി. കഷ്ടപ്പെട്ട് സമയം എടുത്ത് സെറ്റ് ചെയ്ത് തന്നെ ഹെയർ ആയിരുന്നു ഈ കിടന്ന് പറക്കുന്നത്. റോഡ് സൈഡ് ഫുള്ളും അമ്പലത്തിൽ ഉത്സവത്തിന് ലൈറ്റ്സ് ആയിരുന്നു കേട്ടോ. അത് ഫുള്ളുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴത്തേക്കും സമയം ഒരുപാടായി. ഞങ്ങൾ വന്ന് വേഗം ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് ഓടി. കാരണം ഫുഡൊക്കെ തീരാറായിട്ടുണ്ടായിരുന്നു. തീരാറായിരുന്നല്ല, ആക്ച്വലി തീർന്നു. ആകെ കിട്ടിയത് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നില്ല, ഇത് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഇത്രയെങ്കിലും കിട്ടിയത് തന്നെ മഹാഭാഗ്യം. അപ്പൊ ഞങ്ങൾ വേഗം കഴിക്കട്ടെ കേട്ടോ. ഇപ്പൊ തന്നെ സമയം 9 മണി കഴിഞ്ഞു. ഇനി ഇതും കഴിച്ച് വീട്ടിലെത്തുമ്പോ ഒരു നേരം ആകുമല്ലോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും വീട്ടിൽ ചെന്നു കഥ തീരുന്നു. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ കയ്യിൽ ചാവിയില്ലാന്നുള്ള കാര്യം. വീട് കുത്തി തുറന്ന് കയറാനുള്ള സ്കില്ലില്ലാത്തതുകൊണ്ട് ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്തു. എന്റെ കൂടെ ഇവനും വെയിറ്റ് ചെയ്തു. കുറെ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം അവസാനം അവർ വന്നു. വീടും തുറന്ന് അകത്ത് കയറി ഒന്ന് കിടന്നപ്പോഴാ ഒരു ആശ്വാസമായത്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.